മോളിവുഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു മൂവി ഫ്രാഞ്ചൈസിയാണ് ആട്. ആ ഒരു ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ മൂവിയാണ് ആട് 3. ആട് 1 ആൻഡ് 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ റൈഡ് തന്നെയാണ് ആട് 3 എന്ന് പറയുന്ന മൂവി. ഈ ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ടൈം ട്രാവൽ അല്ലെങ്കിൽ പാരലൽ ടൈം ഒക്കെയാണ് സിനിമ സംസാരിച്ച് പോകുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു മൂവിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ എന്താണോ കണ്ട അതേ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ഒരു നീലക്കൊടുവേലിക്ക് പോയി, സെക്കൻഡ് പാർട്ടിലാണെങ്കിൽ കമ്മട്ടം, തേർഡിലാണെങ്കിൽ അതുപോലത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പോവാണ്. അത് എന്താണ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഒബ്ജക്റ്റ്, അതായത് ടൈം ട്രാവലും ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അതിനെ തേടി പോവുകയാണ്. ആ ഒരു ഒബ്ജക്റ്റ് ഇനിയിപ്പോൾ ഏത് കാലമായാലും അതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ ഇറങ്ങി തിരിക്കുന്നുണ്ട്. അത് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു സിനിമ എങ്ങനെയാന്ന് വെച്ചാൽ ലൈക്ക് ഭയങ്കര ലോജിക്കലി അല്ലെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ നടക്കുമോ, എന്താണ് ഇതിന്റെ പാക്കിൽ, എന്താണ് ഇതിന്റെ ഇവന്റ്സ്, എന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചിന്തിക്കാനൊന്നും പോരുത്. 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയി നമ്മൾ കുറെ പൊട്ടന്മാരെ കണ്ട് ചില്ലായി വൈബായി ഇറങ്ങി വരുവാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ പോവുക. അങ്ങനെയാണല്ലോ ആട് 1 ആട് 2 കണ്ടത്. അതേ വൈബിൽ കാണുവാണെങ്കിൽ നല്ല രസമായിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ്.